അപ്പോൾ ഇന്ന് ഡേ 25 ആണ്. അപ്പോൾ പ്രിവ്യൂ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും. ഇന്നൊരു സാധാരണ വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ ഈ കാപ്പിരിക്കോഴി കാട്ടുകോഴി ലുക്കൊക്കെ ഒന്ന് മാറ്റി ഡീസൻ്റ് ആകാൻ ഓർത്ത് ഈ ഒരു വീഡിയോ ഞാൻ കമ്മിങ് 30th ചെയ്യാനായിരുന്നു വെച്ചാൽ. ബട്ട് എൻ്റെ കോളേജുകാർ എനിക്ക് ഇന്നലെ ഒരു ആട്ടം ബോംബ് എൻ്റെ മേത്തോട്ടിട്ടത്. അതെന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച തുടങ്ങി പുതിയ കോളേജിൻ്റെ ക്ലാസ്സസ് തുടങ്ങണതാണ്. അയ്യോ, അപ്പോൾ ഞാൻ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഷോപ്പിങ്ങിനും കാര്യത്തിനൊക്കെ എല്ലാത്തിനും നിങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ എൻ്റെ വിശ്വാസമാണ്. അപ്പോൾ എല്ലാത്തിനും കട്ടൊക്കെ കൂട്ട് വെക്കൂലേ, അങ്ങനെ എനിക്ക് പോവാം. കമൺ. ഞാൻ ഓർത്ത് യൂഷ്വലി കാണിക്കുന്ന വീഡിയോനേക്കാളും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ രാംരാജിലോട്ട് വിട്ട്. അവിടെ നിന്ന് എനിക്കൊരു 2-3 കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ കാര്യങ്ങളൊക്കെ എടുത്ത് ട്രയൽ റൂമിലോട്ട് കയറി ഇട്ട് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടതോ പാക്ക് ചെയ്യാൻ പറഞ്ഞ് പാക്കേജൊക്കെ ചെയ്ത് നമ്മൾ ഉടനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് താഴത്തോട്ട് ഇറങ്ങി പോണത് അരികത്തല്ല ബാറ്റ ഷോറൂമിലോട്ടാണ്. അപ്പോൾ ബിൽ ബോർഡിൻ്റെ ഒക്കെ ഫോട്ടോയും എടുത്ത് ഉള്ളിലത്തെ ഒരു വ്യൂവും കണ്ട് അരികത്ത് നിങ്ങൾ കാണുന്ന ഷൂ റാക്കിൽ നിന്ന് എല്ലാ ഷൂവും കൂടി വലിച്ച വരെ താഴത്തിട്ട് ട്രയൽ ചെയ്ത് എനിക്ക് ആദ്യത്തെ അധികം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തിരിച്ചും ഞാൻ ഒരു ഷൂ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ഇത്തിരി ബോധിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇത് പാക്ക് ചെയ്തോ ബ്രോ എന്ന് പറഞ്ഞ് പാക്കിങ് ചെയ്ത് വീട്ടിലോട്ട് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒറ്റപ്പോക്കായിരുന്നു. ഫ്രഷപ്പായി ഞാൻ തിരിച്ചും പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ പുറത്തോട്ട് പോകാൻ ഇറങ്ങിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോർമൽ പാൻറ്റ് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ സ്നിച്ചിൽ കയറി അവിടെയും വീഡിയോ എടുത്ത് ഒരു പാൻറ്റും ഇട്ട് നോക്കി. കംഫർട്ടബിളാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതും പാക്ക് ചെയ്ത് നാളത്തേക്കുള്ള സ്റ്റേഷനറീസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അരികത്തുള്ള സ്റ്റേഷനറി കടയിലോട്ട് വിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് സലൂണിലോട്ടും. അപ്പോയിൻമെൻ്റ് എടുത്ത കാരണം ചെന്നപ്പോൾ തന്നെ കയറിയിരുന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പുറകിൽ സോഫയെ വലിച്ചു വരിയിട്ടേക്കുന്നത് കാണാൻ പറ്റും. അപ്പം നിങ്ങളും ജയനഗറിൻ്റെ അടുത്താണ് താമസമെങ്കിൽ നിങ്ങൾക്കും ഒരു സലൂൺ എക്സ്പീരിയൻസ് നല്ലോണം ആക്കണമെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ സലൂൺസ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഒരു സപ്പോർട്ടിൽ തംസപ്പൊക്കെ തന്നിട്ട് ബ്രോവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളെ ചളി കോമഡിയൊക്കെ പറഞ്ഞ് മതിയാക്കി നമ്മൾ ബിയർഡ് ട്രിമ്മിങ് തുടങ്ങി. ആൻഡ് നമ്മളെ അബ്രാജ് ബ്രോ അതിൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് നല്ല സൂപ്പറായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ തന്നെ പറഞ്ഞു കൊടുക്കണ പോലെ ഇഞ്ച് ബൈ ഇഞ്ച് ക്രാഫ്റ്റ് ചെയ്ത് തരും നമ്മളൊരു ആർട്ട് പീസായിട്ട് നമ്മുടെ ഹെയർസും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു മേജർ എക്സാമ്പിൾ എൻ്റെ ബിഫോർ ലുക്കിൽ കാണാൻ പറ്റും. പിന്നെ ഇത്തിരി ലേറ്റായിട്ട് എൻ്റെ ആഫ്റ്റർ ലുക്കും കാണിച്ചു തരാം. ഡയറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം പോണതുകൊണ്ട് തന്നെ നല്ല ജോലൈനും കാര്യങ്ങളൊക്കെ നല്ലോണം വിസിബിളാണ്. അപ്പോൾ വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ നമുക്ക് കാണാം. So as I always say, stay tuned and see you soon. Bye bye.